മാതാപാത. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അനുദിനം ജീവിതത്തിലെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന ദിവ്യരക്ഷകന്റെ വചനം ജീവിതത്തിൽ അനുവർത്തിച്ച പരിശുദ്ധ വ്യാകുലാംബികെ, അങ്ങേ ജീവിതരംഗങ്ങൾ ധ്യാനിക്കുവാൻ ശ്രമിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും ധീരമായി സഹിച്ചു മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കാലത്തിൻ തികവിൽ വന്നു കാരുണ്യരൂപൻ എൻ തനയൻ, പാപമകറ്റാൻ വന്നു മണ്ണിൽ മർത്യരിലാശ പകർന്നു. ഒന്നാം വ്യാകുലം. ശെമയോന്റെ പ്രവചനം. ആദ്യജാതനെ കർത്താവിന് സമർപ്പിക്കണമെന്ന യഹൂദ നിയമമനുസരിച്ച് ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നതായിരുന്നു കന്യാമേരി. പെട്ടെന്നാണ് ശെമയോൻ വന്ന് ശിശുവിനെ കൈകളിലെടുത്ത് തുടർന്ന് കന്യാമേരിയെ നോക്കിക്കൊണ്ട് ഒരു വാൾ നിന്റെ ഹൃദയത്തിലൂടെ തുളച്ചു കയറും എന്ന് പ്രവചിച്ചു. കന്യാമേരി സ്തബ്ധയായി, ഹൃദയം വ്യതയാൽ നിറഞ്ഞു. പരിശുദ്ധ വ്യാകുലമാതാവേ, ശെമയോന്റെ പ്രവചനത്തിൽ അങ്ങേ മാതൃഹൃദയം അനുഭവിച്ച ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. വാത്സല്യനിധിയായ ഞങ്ങളുടെ അമ്മേ, അങ്ങയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ആഴമേറിയ വിശ്വാസം പ്രദാനം ചെയ്യണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്റെ തിരുക്കുമാരന്റെ മുന്നിലെ ഞങ്ങളുടെ ഹൃദയത്തിൽ ചൊടിപ്പിച്ചുറപ്പിക്കണമേ. ദൂതനറിയിച്ചു വേഗം നീ ഓടി മറയുക ഈജിപ്തിലേക്ക്, ഞാനറിയിക്കും നിമിഷം വരെ പാർത്തുകൊള്ളുക നീയവിടെ. രണ്ടാം വ്യാകുലം. ഈജിപ്തിലേക്കുള്ള യാത്ര. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്നെ ഞങ്ങൾ നമിക്കുന്നു. പാപികളായ ഞങ്ങളെ പാപത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഹേറോദോസിന്റെ പടയാളികൾ തന്റെ അരുമസുതനെ അന്വേഷിക്കുകയാണ്. മക്കളെ നഷ്ടപ്പെട്ടതിൽ മാതാക്കളുടെ നിലവിളി അങ്ങുമിങ്ങും ഉയരുന്നു. മേരിയും ശിശുവും കൊടും തണുപ്പിൽ കൂരിരുട്ടിൽ ഈജിപ്തിലേക്ക് ഒളിച്ചോടുകയാണ്. വഴിയിൽ എന്ത് സംഭവിക്കും? രക്ഷപ്പെടാനാകുമോ? ഈജിപ്തിൽ എവിടെ താമസിക്കും? മാതാവിന്റെ ദുഃഖം എത്രയോ കഠിനം.
പരിശുദ്ധ വ്യാകുലമാതാവേ, ഈജിപ്തിലേക്കുള്ള പാലായനത്തിലും അവിടുത്തെ പ്രവാസത്തിലും അങ്ങേ മാതൃകയുടെ പരിശുദ്ധത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. വാത്സല്യത്തിയായ ഞങ്ങളുടെ അമ്മേ, അങ്ങയുടെ മാധ്യസ്ഥം വഴി പാപമാർഗങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കാനുള്ള ഭാവനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്റെ തിരുക്കുമാരന്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കന്യകേ, നിൻ സുതനേ നീ കൈവിട്ട നിമിഷത്തിൽ ആർത്തലച്ചോടി നടന്ന് വേദനയിൽ കൂട്ടുചേരുന്നു. മൂന്നാം വ്യാകുലം. ഈശോയെ കാണാതാകുന്നു. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്നെ ഞങ്ങൾ നമിക്കുന്നു. പാപികളായ ഞങ്ങളെ പാപത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ. 12 വയസ്സായി യേശുവിന്. അതുകൊണ്ട് യൗസേപ്പിതാവിന്റെ കൂടെയായിരിക്കും മകൻ എന്ന ആശ്വാസത്തോടെയാണ് ദേവാലയത്തിൽ നിന്നും കന്യാമേരി മടങ്ങുന്നത്. ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോഴാണ് മകനെ കാണാനില്ല എന്നറിയുന്നത്. എന്തുപറ്റി എന്റെ പൊന്നുമകന്? എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ? അമ്മയുടെ വേദന പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദന. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്റെ തിരുക്കുമാരനെ കാണാതായപ്പോൾ അങ്ങയുടെ മാതൃകയിൽ അനുഭവിച്ച വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. വാത്സല്യത്തിയായ ഞങ്ങളുടെ അമ്മേ, അങ്ങയുടെ മാധ്യസ്ഥം വഴി ഈശോയിൽ നിന്നും ഞങ്ങളെ അകറ്റുന്ന എല്ലാം ഉപേക്ഷിക്കുന്നതിനും ഞങ്ങൾക്ക് വരം തരണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്റെ തിരുക്കുമാരന്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കാൽവരി മാർഗമധ്യേ നീ പൊന്നോമൽ സുതനെ കണ്ടു. കണ്ണുനീരാൽ നിൻ നേത്രങ്ങളിൽ ശോകഭാവം കുറഞ്ഞു നിന്നു. നാലാം വ്യാകുലം. കാൽവരിയിലേക്ക് കുരിശുമായി നീങ്ങുന്ന യേശുനാഥനെ കാണുന്നു. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്നെ ഞങ്ങൾ നമിക്കുന്നു. പാപികളായ ഞങ്ങളെ പാപത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ. കാൽവരിയിലേക്ക് നീങ്ങുന്ന അരുമസുതൻ കുരിശിന്റെ ഭാരത്താൽ പാദങ്ങൾ ഇടറുന്നു. പടയാളികൾ ആഞ്ഞടിക്കുന്നു. മാതാവിന്റെ ഹൃദയമാണ് പിടയുന്നത്, ഉരുകുന്നത്. പരിശുദ്ധ വ്യാകുലമാതാവേ, കുരിശിൽ ചുമന്നുകൊണ്ട് ദൈവത്തിലേക്ക് നീങ്ങുന്ന അങ്ങയുടെ പരിശുദ്ധനെ കണ്ടപ്പോൾ അങ്ങയുടെ മാതൃകയിൽ അനുഭവിച്ച സുഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. വാത്സല്യത്തിയായ ഞങ്ങളുടെ അമ്മേ, അങ്ങയുടെ മാധ്യസ്ഥം വഴി ദുഃഖിതരോട് സഹതപിക്കുവാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്റെ തിരുക്കുമാരന്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചുറപ്പിക്കണമേ.
പിടഞ്ഞു നീ ദിവ്യ കുഞ്ഞാടാ അരുമനാഥൻ മർത്യപാപങ്ങൾ മാറ്റുവാനായി വെടിയുന്നു വിലയേറുമാ ജീവൻ. അഞ്ചാം വ്യാകുലം. ഈശോ കുരിശിൽ മരിക്കുന്നു. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്നെ ഞങ്ങൾ നമിക്കുന്നു. പാപികളായ ഞങ്ങളെ പാപത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ. രണ്ടു കള്ളന്മാരുടെ കൂടെ തന്റെ അരുമസുതനും ഇഞ്ചിഞ്ചായി മരണമടയുന്നു. മരിച്ചുവെന്നുറപ്പ് വരുത്താനായി പടയാളി കുന്തം കൊണ്ട് പാർശ്വം കുത്തി പിളർക്കുന്നു. മാതാവിന്റെ വേദന ആർക്ക് വിവരിക്കാൻ കഴിയും? പരിശുദ്ധ വ്യാകുലമാതാവേ, ഈശോയുടെ അന്തിമവേദന കണ്ട് ഞങ്ങളെ മാതൃത്വം അനുഭവിച്ച തീവ്ര ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. വാത്സല്യനിധിയായ ഞങ്ങളുടെ അമ്മേ, അങ്ങയുടെ മാധ്യസ്ഥം വഴി കുരിശുകളെ സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്റെ തിരുക്കുമാരന്റെ തിരുമുറുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നീതിമാനായി മരിച്ചേക്കാം, പാപിക്കായി മരിക്കുമോ? എന്നാലങ്ങനെയും ഒരു സത്യം എന്റെ പുത്രൻ നിങ്ങൾക്കേകി. ആറാം വ്യാകുലം. ഈശോയുടെ വ്രണിതമായ ശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്നെ ഞങ്ങൾ നമിക്കുന്നു. പാപികളായ ഞങ്ങളെ പാപത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ. തന്റെ അരുമസുതന്റെ ശരീരം ആകെ മുറിവേറ്റു. കുത്തിത്തുറക്കപ്പെട്ട ഹൃദയം, രക്തത്തിൽ കുതിർന്ന ശരീരത്തെ വാരിപ്പുണരുന്ന അമ്മ. അമ്മയുടെ മനോവ്യത എത്രയോ അഗാധം. പരിശുദ്ധ വ്യാകുലമാതാവേ, അങ്ങയുടെ വത്സലസുതനെ മടിയിൽ കിടത്തിയപ്പോൾ അങ്ങ് അനുഭവിച്ച വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു. വാത്സല്യനിധിയായ ഞങ്ങളുടെ അമ്മേ, ജീവിതത്തിലെ ദുഃഖനിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുലമാതാവേ, നിന്റെ തിരുക്കുമാരന്റെ തിരുമുറുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ജീവന്റെ കൊടിപ്പുകളുയരാ വിത്തു വീണാലഴുകണം. ഓമൽ പുത്രന്റെ പൂമേനി ആറടി മണ്ണിൽ കിടത്തിടുന്നു. നിത്യജീവൻ മുന്നിൽ കണ്ടു നിൻ
ഏഴാം വ്യാകുലം. ഈശോയുടെ തിരുശരീരം കല്ലറയിൽ വെക്കപ്പെടുന്നു. പാപികളായ ഞങ്ങളെ പാപത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ. ശാബത്ത് ആരംഭിച്ചതുകൊണ്ട് പെട്ടെന്ന് തിരുശരീരം കല്ലറയിൽ അടയ്ക്കുന്നു. ആചാരവിധികളൊന്നും തന്നെ ചെയ്യാനായില്ല. ഇതാ വലിയ കല്ലുരുട്ടി അടയ്ക്കുന്നു. എല്ലാം കഴിഞ്ഞു. മാതാവിന്റെ ദുഃഖാർത്ഥയായ ഹൃദയം. പരിശുദ്ധ വ്യാകുല മാതാവേ, ഈശോയുടെ സംസ്കാരവേളയിൽ അങ്ങയുടെ മാതൃത്വം അനുഭവിച്ച ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. വാത്സല്യനിധിയായ ഞങ്ങളുടെ അമ്മേ, അങ്ങയുടെ മാധ്യസ്ഥം വഴി ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയിൽ ജീവിതം നയിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ, നിന്റെ തിരുക്കുമാരന്റെ തിരുമുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. പരിശുദ്ധ വ്യാകുല മാതാവേ, അങ്ങയുടെ വ്യാകുലങ്ങളെപ്പറ്റി ധ്യാനിച്ച് ചിലവഴിച്ച ഈ നിമിഷങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം സഹിച്ച അങ്ങ് എല്ലാം ഈശോയോട് ചേർത്ത് കാഴ്ചവെച്ചുകൊണ്ട് സഹരക്ഷകയായി തീർന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളെയെല്ലാം പ്രത്യാശയോടെ സഹിക്കുവാനും ക്രിസ്തുവിന്റെ കുരിശോട് ചേർത്ത് കാഴ്ചവെക്കുവാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങേ ദിവ്യസുതനിൽ നിന്ന് വാങ്ങിത്തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും